മലയാള സിനിമയിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ച ഒരു ചിത്രമായിരുന്നു പ്രയാണം. അതിലെ സവിശേഷതകൾ വളരെ ഏറെയാണ്. പി പത്മരാജൻ എന്ന് പറയുന്ന തിരക്കഥാകൃത്ത് പിൽക്കാലത്ത് ധാരാളം സിനിമകളിലൂടെ ധാരാളം നല്ല സിനിമകൾ മലയാളത്തിന് സംഭാവന ചെയ്ത തിരക്കഥാകൃത്തിൻ്റെ രംഗപ്രവേശമായിരുന്നു ആ സിനിമ. അതുപോലെ തന്നെ അതുവരെ കലാസംവിധായകനായിരുന്ന ഭരതൻ, അദ്ദേഹം ആദ്യം സംവിധാനം ചെയ്ത ചിത്രവും ആയിരുന്നു അത്. തുടർന്ന് പി പത്മരാജൻ കരുത്തേറിയ ഒരു എഴുത്തുകാരനാണെന്ന് പല ചിത്രങ്ങളിലൂടെയും തെളിയിച്ചു. ഭരതൻ എന്ന് പറയുന്ന സംവിധായകനും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൂടെ പ്രത്യേകമായ പല സവിശേഷതകളും ഉള്ള സംവിധായകനാണെന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഭരതേട്ടൻ്റെ സിനിമകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭരതേട്ടൻ, ഞാൻ പറഞ്ഞത് നമ്മളിതുവരെ പറഞ്ഞ സബ്ജക്റ്റിനെ കുറിച്ച് തന്നെയാണ്. അവാർഡ്. ഭരതേട്ടൻ മരിച്ചൊരു 3-4 മാസം തികയുന്നതിന് മുമ്പ് വടക്കാഞ്ചേരിയിലുള്ള ചില ആളുകൾ ഷൊർണൂരിൽ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിന് വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ അവിടെ വരികയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ അടുത്ത മാസം ഭരതേട്ടൻ്റെ പേരിൽ ഒരു അവാർഡ് ചടങ്ങ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഏറ്റവും നല്ല കലാസംവിധായകനും ഏറ്റവും നല്ല സംവിധായകനും ഒരു അവാർഡ് കൊടുക്കുന്ന അതിഗംഭീരമായൊരു ചടങ്ങ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഏറ്റവും നല്ല സംവിധായകനായിട്ട്, അപ്പോൾ ശ്യാമള ഇറങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ, സംവിധായകനായിട്ട് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ഭരതേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയോട് നമുക്ക് ആദരവുണ്ടെങ്കിലും അദ്ദേഹം മരിച്ച ഉടനെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് കൊടുത്താൽ മാത്രമേ അത് അദ്ദേഹത്തോടുള്ള ആദരവാകൂ എന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാം, അദ്ദേഹത്തിൻ്റെ പേരിൽ അനാഥ മന്ദിരങ്ങൾക്ക് സംഭാവന ചെയ്യാം, അനാഥരായ കുട്ടികളെ പഠിപ്പിക്കാം. ഇപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ അങ്ങനെ സിനിമയിലുള്ള ആളുകൾക്ക് അവാർഡ് കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തോടുള്ള ആദരവാകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും ഞാൻ ചോദിച്ചു, എന്താണ് അവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതൊരു കീർത്തി പത്രം, മംഗളപത്രം ഉണ്ടാവും, പിന്നെ ഒരു ഫലകം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഫലകം എന്ന് പറഞ്ഞാൽ ഒരു മരത്തിനെ കൊണ്ട് അതിനകത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും, ദിസ് അവാർഡ് ഗോസ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇന്ന പ്രഗത്ഭനായ ആൾക്ക് കൊടുക്കുന്നതൊക്കെ പറഞ്ഞു. 50 രൂപ ചിലവുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭരതേട്ടൻ എന്ന് പറയുന്ന ആൾ സിനിമ എന്ന് പറയുന്ന ധാരാളം പണം ചിലവാക്കി എടുക്കുന്ന ഒരു ലോകത്ത് നിന്നിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരിലൊരു അവാർഡ് കൊടുക്കുമ്പോൾ അതിനൊരു വിലയുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മരക്കഷ്ണം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡിനെ വില കുറച്ച് കാണരുത്, കാര്യമായ എന്തെങ്കിലും ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വയലാർ അവാർഡ് എന്നൊക്കെ പറയുന്നത്, അതൊക്കെ പിന്നെ ഒരു അവാർഡ് എന്ന് പറയുന്ന ഒരാൾക്ക് കിട്ടുമ്പോൾ സന്തോഷം തോന്നണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോകാനുള്ള പണവും കൂടി അതിലുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അത് തന്നെ പണം തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവർക്ക് എന്നോട് ദേഷ്യം വന്നു. ശരി, കാണാം എന്ന് പറഞ്ഞിട്ട് അവർ പോയി. പിന്നീട് വേറൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നിങ്ങൾ അവാർഡിന് വേണ്ടി നിങ്ങളെ ക്ഷണിച്ചപ്പോൾ പണം ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ നിങ്ങളുടെ പേര് പത്രത്തിൽ പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, പണം ചോദിക്കുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല, ഞാൻ അങ്ങനെ ചോദിച്ചു എന്ന് തന്നെ അവരോട് പറഞ്ഞോളാൻ പറയൂ. എനിക്ക് പിന്നെ ഒരു പ്രതിച്ഛായ എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല. ഞാൻ രാഷ്ട്രീയക്കാരനോ അങ്ങനത്തെ ഒന്നുമല്ല. ഒരു സിനിമയിലുള്ള ആൾക്ക് അങ്ങനെ സമൂഹത്തിലൊരു പ്രതിച്ഛായ നിലനിർത്തേണ്ട യാതൊരു കാര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ഒരു സാമൂഹ്യ പ്രവർത്തകനോ ഒരു നല്ല പേരെടുക്കണമെന്നുള്ളൂ. അയാളുടെ പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുന്നത് ലോകം അറിയേണ്ട വിഷയമേ അല്ല. അയാൾ സ്വകാര്യമായി പലതും പറയും, പലതും ചെയ്യുമായിരിക്കും. സിനിമയിൽ അയാളുടെ കാര്യം എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ അവാർഡ് സംഭവത്തിന് എന്തായാലും ഞാൻ പോയില്ല, അത് നടന്നോ ഇല്ലയോ എന്നെനിക്കറിയില്ല.